ഫിഫ വേൾഡ് കപ്പ് 2026. ഇത് വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, കോടികൾ മറയുന്ന ബിസിനസ് കൂടെയാണ്. 500 കോടിയോളം ആളുകളാണ് ലോകകപ്പ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിലെ ജനസംഖ്യ ഏകദേശം 800 കോടി മാത്രമാണ്. അതായത് ഭൂമിയിലെ പകുതിയിലധികം ആൾക്കാരും ഈ ടൂർണമെന്റ് കാണുന്നുണ്ട് എന്നർത്ഥം. ഇത്രയും വലിയ ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫിഫ വേൾഡ് കപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ബിസിനസ് ആയി മാറുന്നത്. ആദ്യം TV റൈറ്റ്സിനെ കുറിച്ച് നോക്കാം. ഫോക്സ്, BBC, സോണി പോലുള്ള ബ്രോഡ്കാസ്റ്റേഴ്സ് ലോകകപ്പ് സംരക്ഷണം ചെയ്യാനുള്ള അവകാശത്തിനായി ഫിഫയ്ക്ക് നൽകിയിരിക്കുന്നത് 34,000 കോടിയിലേറെ രൂപയാണ്. അടുത്തത് സ്പോൺസേഴ്സ് ആണ്. അഡിഡാസ്, കൊക്കോള, വിസ പോലുള്ള ഗ്ലോബൽ ബ്രാൻഡ്സ് ലോകകപ്പുമായി അവരെ ബന്ധിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചത് 35,000 കോടി രൂപയാണ്. ഇനിയുള്ളത് ടിക്കറ്റ് റവന്യൂ ആണ്. സ്റ്റേഡിയത്തിൽ ഒരു മാസം നേരിട്ട് കളി കാണാനെത്തുന്ന ആരാധകർ ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിക്കുന്നു. ടിക്കറ്റ് വിൽപ്പനയിലും VIP പാക്കേജിലും മാത്രമായി ഫിഫയ്ക്ക് ഏകദേശം 25,000 കോടി രൂപയാണ് ലഭിക്കുന്നത്. അതായത് ഏകദേശം $3 ബില്യൺ. TV റൈറ്റ്സ്, സ്പോൺസേഴ്സ്, ടിക്കറ്റ്സ് ഇവയെല്ലാം ചേർത്താൽ ഫിഫയുടെ വേൾഡ് കപ്പ് റവന്യൂ 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്.